നമ്മുടെ ഓട്ടോമൊബൈൽ പെയിൻറ്റിംഗ് രംഗത്ത് കളർ മിക്സിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളൊരു മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത കംപ്ലീറ്റ് പ്രോസസ്സും ഫില്ലിംഗ് ആട്ടെ സാൻഡിങ് ആട്ടെ എല്ലാം വെറുതെ ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫീൽഡായിട്ട് കളർ മാച്ചിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പലരെയും ട്രെൻഡ് എന്ന് കാണുന്നത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളുടെ കളർ കാണിച്ചു കൊടുത്ത് അവർ മിക്സ് ചെയ്യുന്ന പെയിൻറ്റ് കൊണ്ട് അടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ആയിരിക്കും പലരും ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ പെയിൻറ്റ് എത്ര ഗ്രാം എന്ന് കാണിക്കും, അത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ അത് തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളർ മാച്ച് ചെയ്യുന്നത്. അതിനോടൊപ്പം ഷെയ്ഡ് അല്പം ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലെ കൂടാതെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് നമ്മളുടെ വെയിങ് മെഷീൻ കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു, അത്യാവശ്യമായിട്ട് നമ്മളൊരു കളർ മിക്സ് ചെയ്തെടുക്കണം. എങ്ങനെ മിക്സ് ചെയ്തെടുക്കും? ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കളറിനെ പറ്റി അറിഞ്ഞിരിക്കണം, കളറിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം, ഏതൊക്കെ കളർ മിക്സ് ചെയ്താൽ ഏതൊക്കെ കളറാണ് കിട്ടുക എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ കളറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കളർ മാച്ചിങ് താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അന്ന് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് കളർ മാച്ചിങ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ വാഹനത്തിൻ്റെ ഒറിജിനൽ കളർ നമ്മൾ രണ്ടോ അതിലധികമോ കളേഴ്സ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ കളർ മാച്ചിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിരുന്ന ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്താണോ പറയുന്നത്, ഇത് ഏത് കളറാണെന്ന് നിർവചിക്കുന്നു, അതാണ് ആ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കളർ. ഇനി പ്രധാനമായിട്ടും 3 ടൈപ്പ് ലൈറ്റുകളാണുള്ളത്. 1 വിസിബിൾ ലൈറ്റ്, 2 ഇൻവിസിബിൾ ലൈറ്റ്, 3 ഇൻഫ്രാറെഡ് ലൈറ്റ്. ഇനി പ്രധാനപ്പെട്ട 2 ടൈപ്പ് കളേഴ്സ് ഉണ്ട്. അത് സർഫസ് കളർ. സർഫസ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൽ നിന്ന് കിട്ടുന്ന കളേഴ്സാണ് സർഫസ് കളർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഒബ്ജക്റ്റ് കളറാണ്. അതായത് ഒബ്ജക്റ്റിൽ കൂടെ കടന്നു വരുന്ന, അത് ട്രാൻസ്പെറൻറ്റ്, അതിൽ പദാർത്ഥത്തിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റിൽ നിന്ന് കിട്ടുന്ന കളേഴ്സാണ് ഒബ്ജക്റ്റ് കളേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും 3 അടിസ്ഥാനപരമായ കളറാണുള്ളത്. 1 റെഡ്, 2 ബ്ലൂ, 3 യെല്ലോ. ഇനി 3 പ്രധാനപ്പെട്ട ലൈറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇത് നമ്മളുടെ ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വസ്തുവിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുന്നത് നമ്മൾ സൺലൈറ്റിൽ അതിൽ എന്താണോ കാണുന്നത് അതാണ് അതിൻ്റെ കറക്റ്റ് കളർ. കാരണം സൺലൈറ്റിനാണ് ഈ കളറിൻ്റെ കറക്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. ഇത് കൂടുതൽ കുറയനുസരിച്ച് കളറിൻ്റെ ഷെയ്ഡ് മാറും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു വാഹനം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റിൽ ചെക്ക് ചെയ്ത് മാത്രം കളർ ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ടാണ് ലൈറ്റ് സോഴ്സ് അഥവാ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റിന് ഇവിടെ പ്രാധാന്യം വളരെ ഉള്ളത്. കാരണം ഈ സൺലൈറ്റിൻ്റെ വേവ് ലെങ്ത് എല്ലാം ഒരേപോലെ ആണ്. ഇനി ഒരു നല്ല ബൾബാണെങ്കിൽ, ഒരു നല്ല പ്രകാശമുള്ള ബൾബ് വെച്ചാണ് നമ്മൾ ഈ പെയിൻറ്റ് ഷെയ്ഡ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ലോങ് വേവ് ലെന്ത് കൂടുതലാണ് ഈ ബൾബിൻ്റെ പ്രകാശത്തിന്. അതുകൊണ്ട് തന്നെ ഇതിൽ റെഡ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലൂറസൻ ലൈറ്റ് വെച്ചാണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ലോങ് വേവ് ലെന്ത് കുറവാണ്. അപ്പോൾ ഇതിൽ ബ്ലൂ എടുത്ത് കാണിക്കും. സോ ഫ്ലൂറസൻ ലൈറ്റ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലൂ എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ ഒരു നല്ല ബൾബ് വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ റെഡ് എടുത്ത് കാണിക്കും. സോ നമുക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രകാശത്തിൽ തന്നെ ലൈറ്റ് ചെക്ക് ചെയ്യണം. ലൈറ്റ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈവൻ പെയിൻറ്റിങ്ങിന് മുമ്പേ ടെസ്റ്റ് പ്ലേറ്റ് വെച്ച് ഷെയ്ഡ് ചെക്ക് ചെയ്യുമ്പോഴും ഈ സൺലൈറ്റിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കളേഴ്സിൽ പ്രധാനമായിട്ടും 3 പ്രൈമറി കളേഴ്സാണുള്ളത്. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെഡ്, ബ്ലൂ, യെല്ലോ. കളർ മിക്സിങ്ങിനെ പറ്റിയോ കളർ മാച്ചിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കളർ വീൽ എന്നുള്ളത്. ഈ കളർ വീൽ എന്നുള്ളത് നമ്മളാരും പറയുന്നതല്ല, ഇത് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. നമ്മുടെ ഈ ഗുരുത്വാകർഷണ ലോ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രതിഭാസമാണ് കളർ വീൽ എന്നുള്ളത്. കളർ വീൽ എന്ന് വെച്ചാൽ ഒരു വീലിന് ചുറ്റും കുറച്ച് കളർ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെറുതെ അടുക്കി വെച്ചിരിക്കുകയല്ല, ഈ കളർ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ ഘടനയുണ്ട്. ഇത് നമ്മളുടെ പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ പെയിൻറ്റ് മിക്സിങ്ങിനെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഒരു പെയിൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രൈമറി കളേഴ്സാണ് ഇതിൻ്റെ 3 കോർണറിലായിട്ട് കാണാൻ പറ്റുക. അതായത് റെഡ്, ബ്ലൂ, യെല്ലോ. ഇതിനെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രൈമറി 2 കളർ തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് വേറൊരു കളർ കിട്ടും.
ഉദാഹരണത്തിന് നമ്മൾ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുന്നെങ്കിൽ അത് ഓറഞ്ചായിട്ട് മാറും. സോ ഈ വീലിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡിൻ്റെയും യെല്ലോയുടെയും മൊത്തം നടുക്കുള്ള കളർ ഓറഞ്ച് കളർ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് 2 കളേഴ്സായ ബ്ലൂവും യെല്ലോയും തമ്മിൽ മിക്സ് ചെയ്താൽ അത് ഗ്രീൻ കളറായിട്ട് മാറും. സോ ഈ 2 കളറിന് ഇടയ്ക്കായിട്ട് ഗ്രീൻ കളർ നമുക്ക് കാണാവുന്നതാണ്. ഇനിയും റെഡും ബ്ലൂവും കൂടെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അത് പർപ്പിളായിട്ട് മാറും. സോ റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും നടുക്കായിട്ട് പർപ്പിൾ കളർ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം ഈ കളർ വീലിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ മിക്സ് ചെയ്ത് കിട്ടിയ കളർ ഓറഞ്ച്, ഗ്രീന്, അതുപോലെ തന്നെ പർപ്പിൾ, ഈ 3 കളറിനെ വിളിക്കുന്നത് സെക്കൻഡറി കളേഴ്സ് എന്നാണ്. സോ പ്രൈമറി കളേഴ്സ് പല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കളേഴ്സ് കിട്ടുന്നത്. ഇനി മറ്റൊരു കളേഴ്സാണ് ടെർട്ടിയറി കളേഴ്സ്. അതായത് ഈ കളേഴ്സ് വീണ്ടും മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ ഗ്രൂപ്പായ ടെർട്ടിയറി കളേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഈ വീലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെർട്ടിയറി കളേഴ്സ് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ അടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 കളേഴ്സ് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളർ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഈ വീല് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീലിൻ്റെ സഹായത്തോടുകൂടി നമ്മൾക്ക് ഏത് കളർ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ഈ കളർ വീലിനെ പറ്റി ഞാൻ ഇവിടെ പ്രതിപാദിക്കാനുള്ള കാരണം. ഇനി നമ്മളൊരു കാറിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും കളറിൻ്റെ കോഡിലായിരിക്കും. ഓരോ കാറിൻ്റെ കളറിനും ഓരോ കോഡ് ഉണ്ടാവും. നോർമലി അത് നമ്മൾ ചേസസ് നമ്പർ പ്ലേറ്റിൽ ഒക്കെ അത് പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മാനുഫാക്ചർ അല്ല ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ കോഡ് ലഭിക്കുന്നതാണ്. ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ കളർ മിക്സ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മിക്സിംഗ് പ്രോസസ്സിലേക്ക് അധികം കടക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം അത് കാണാവുന്നതാണ്. ഞാനിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് കളർ മാച്ചിങ് അല്ലെങ്കിൽ കളറിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കായതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ ഞാൻ കടക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു കളർ ചെക്ക് ചെയ്യണത് നമ്മൾ റിപ്പയർ ചെയ്ത പാലിലും റിപ്പയർ ചെയ്യാത്ത പാലിലും നമ്മളുള്ള കളർ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ഇനി നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മിക്സ് ചെയ്ത പെയിൻറ്റ് കറക്റ്റാണോ എന്ന് നമ്മളൊരു പഴയ പാനൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പാനലിൽ ചെക്ക് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ടാണ് അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പയർ ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള ഒറിജിനൽ പാനൽ ഏതാണോ അത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് അതിൻ്റെ മാക്സിമം ഗ്ലോസ് ഒക്കെ വരുത്തിയ ശേഷം മാത്രം കമ്പയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഷെയ്ഡിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. കറക്റ്റ് കളർ നമുക്ക് മാച്ച് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ലൈറ്റ് സോഴ്സിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ സൺലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ് അല്ലെങ്കിൽ ബൾബ്, ഇങ്ങനെയുള്ള ലൈറ്റ് സോഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് സോഴ്സിലെങ്കിലും ഇത് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1500 മുതൽ 3000 വരെയാണ് ഇതിൻ്റെ ലൈറ്റ് ഇലുമിനേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അത്രയും ഇലുമിനേഷനുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഒരു കളർ മിക്സിങ് ചെക്ക് ചെയ്യാൻ. നമ്മൾ ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയെ പറ്റി പറയാൻ കാര്യം, കൂടുതൽ കളേഴ്സ് ഇൻറ്റൻസിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കളർ മാച്ചാക്കി എടുക്കാൻ പറ്റില്ല, കാരണം കൂടുതൽ അത് ബ്രൈറ്റായിട്ട് മാറും. അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും സോഫ്റ്റ് കളേഴ്സും ഒരേ സോഴ്സിൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ അതുകൊണ്ട് 1-2 സോഴ്സുകൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നേരെ മുമ്പിൽ നിന്ന് കമ്പയർ ചെയ്യരുത്. നമ്മൾ ആ ടെസ്റ്റ് പ്ലേറ്റ് അതിനടുത്തേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് സൈഡിലേക്ക് മാറി നിന്നിട്ട് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഇത് ഒരു ആംഗിൾ. ഇനി രണ്ടാമത്തെ ആംഗിൾ നമ്മൾ വാഹനത്തോട് ചേർന്ന് നിന്നിട്ട് നോക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചേർന്ന് നിന്നിട്ട് ഇതിലേക്ക് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടും നോക്കുക. അപ്പോൾ ഒരു 10 ഡിഗ്രി ആംഗിളിലും അതുപോലെ തന്നെ ഒരു 170 ഡിഗ്രി ആംഗിളിലും നിന്നിട്ട് ഈ കളർ നമ്മൾ മാച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കമ്പയർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് അനുസരിച്ച് നമ്മളുടെ ദൂരം ക്രമീകരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടെസ്റ്റ് പീസ് വെച്ച് കളർ മാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ടെസ്റ്റ് പീസ് നമ്മളുടെ കളർ മാച്ച് ചെയ്യുന്ന ബോഡിയോട് മാക്സിമം ചേർത്ത് വെക്കുക. ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാകുന്ന ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ നമ്മളൊരു കളർ ചെക്ക് ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ അടുത്ത് ഒരിക്കലും നല്ല കളറുള്ള മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കരുത്. ഈ വാഹനത്തിൽ നിന്നുള്ള ലൈറ്റ് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ കളറിൻ്റെ ഷെയ്ഡ് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കളർ മാച്ചിങ് എടുക്കാൻ ബുദ്ധിമുട്ടായി. ഈവൻ നമ്മൾക്ക് മിക്സ് ചെയ്ത പെയിൻറ്റ് കറക്റ്റ് ആണെങ്കിലും നമ്മളിത് വെച്ച് നോക്കുമ്പോൾ മറ്റേ വാഹനത്തിൻ്റെ ഷെയ്ഡ് ഇതിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് കറക്റ്റ് കളർ മാച്ചല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഇനി കളർ മാച്ച് ശ്രദ്ധിക്കേണ്ട മറ്റ് 1-2 കാര്യങ്ങളെപ്പറ്റി പറയാം. നമ്മുടെ ഈ പെയിൻറ്റിലെ പിഗ്മെൻറ്റ്സ് ഡ്രൈ ആവുന്നതനുസരിച്ച് പൊങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്തും പെയിൻറ്റ് ഡ്രൈ ആയി കഴിയുമ്പോഴും ഇതിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം കാണിക്കുന്നത്. ഭാരം കുറഞ്ഞ പിഗ്മെൻറ്റ്സ് ആണ് നമ്മൾ ഡ്രൈ ആകുമ്പോൾ പൊങ്ങി വരിക. ഡെൻസിറ്റിയെ പറ്റി പറയുമ്പോൾ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് വൈറ്റിനാണ്, 3.7 ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുപോലെ തന്നെ ബ്ലൂവിനാണ് ഏറ്റവും കുറവ് 1.7. ബ്ലാക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.8 ആണ്. സോ
പെയിൻറ്റ് ഡ്രൈ കഴിയുമ്പോൾ ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡെൻസിറ്റി പറഞ്ഞ ബ്ലൂ മുകളിലേക്ക് പൊങ്ങി വരുന്നതുകൊണ്ട്. നമ്മൾ കളർ വീലിനെ പറ്റി പറയുമ്പോൾ മിസ്സായി പറയുന്ന ഒരു കാര്യമുണ്ട്, കോംപ്ലിമെൻ്ററി കളേഴ്സ്. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് വെച്ചാൽ വീലിൻ്റെ ഒരു സൈഡിലെ കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ കളറിനാണ് കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത്. ഈ രണ്ട് കളറിനെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് കളറും നമ്മൾ ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് കളർ എടുത്ത് കാണിക്കും. ഇപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലെറ്റർ എഴുതുകയാണെങ്കിൽ ഈ ലെറ്റർ നല്ല രീതിയിൽ എടുത്ത് കാണിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ വേണം എന്ന് ആലോചിക്കുമ്പോൾ ആണ് ഈ കോംപ്ലിമെൻ്ററി കളേഴ്സിൻ്റെ പ്രത്യേകത ഉള്ളത്. സോ ഈ കളർ വീലിൽ ഒരു സൈഡിലുള്ള കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി കളറായിട്ട് നേരെ ഓപ്പോസിറ്റുള്ള കളർ എടുക്കാവുന്നതാണ്. നമ്മൾ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാച്ചിങ്ങിന് വേണ്ടി പല രീതികൾ അവലംബിക്കാറുണ്ട്. ഒന്ന് സ്റ്റിക്ക് ആപ്ലിക്കേഷനാണ്. സ്റ്റിക്ക് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സ്റ്റിക്ക് നമ്മൾ മിക്സ് ചെയ്ത് ആ പെയിൻറ്റിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ ഏത് പാനലിലാണോ പെയിൻറ്റ് ഒറിജിനൽ പെയിൻ്റ് ഉള്ളത് ആ പാനലിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പെയിൻറ്റ് മിക്സിങ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് സ്റ്റിക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പെയിൻറ്റ് സ്പ്രേ ഗൺ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾ ടെസ്റ്റ് പ്ലേറ്റിലേക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്ത ശേഷം അത് ഡ്രൈ ആയ ശേഷം നമ്മുടെ ഒറിജിനൽ പാനലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ രണ്ട് കളർ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് സ്പ്രേ ഗൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പെയിൻറ്റ് കളർ മാച്ചിങ്ങിൽ അല്ലെങ്കിൽ മിക്സിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് ഓടിച്ച് നോക്കാം. ഒന്ന് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് മെഷർ ചെയ്യുന്ന സമയത്തും പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന സമയത്തുമാണ്. രണ്ടാമത് മിക്സിംഗ് സ്റ്റിക്കാണ്. നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നു. മൂന്ന് അജിറ്റേറ്റർ എന്ന് പറയും. അജിറ്റേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പെയിൻറ്റ് മിക്സിംഗ് മെഷീനിൽ റാക്കിൽ പെയിൻറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പെയിൻറ്റ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അത് നല്ലവണ്ണം ഇളക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ ഓരോ പെയിൻറ്റും ഡെയിലി എടുത്ത് ഇളകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പെയിൻറ്റ് മിക്സിംഗ് മെഷീനിൽ തന്നെ നമ്മൾ ഒരു മോട്ടർ വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് പെയിൻറ്റ്സിനെ ഒരേ സമയത്ത് ഇളക്കുന്നത്. ഇങ്ങനെ ഇളക്കാൻ വേണ്ടി നമ്മൾ ഈ പെയിൻറ്റ് ക്യാൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന യൂണിറ്റിനാണ് അജിറ്റേറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ മിക്സിംഗ് മെഷീൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ അജിറ്റേറ്റർ വർക്ക് ചെയ്യും. ഇത് ഓർമ്മത്തിന് മാത്രമല്ല എല്ലാ ക്യാനിനുള്ളിലും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാനും ഒരേ സമയത്ത് മിക്സ് ആവുകയും ചെയ്യും. ഇനി അടുത്തത് വെയിങ് മെഷീനാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. പെയിൻറ്റ് അളന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെയിങ് മെഷീൻ. നെക്സ്റ്റ് പെയിൻറ്റ് മിക്സിംഗ് റാക്ക്. നമുക്കറിയാൻ പറ്റും, പെയിൻറ്റിങ്ങിന് അടുക്കി വെച്ചിരിക്കുന്ന റാക്ക് ഉണ്ട്. ഇതിനാണ് പെയിൻറ്റ് മിക്സിംഗ് റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കളർ മിക്സിംഗ് റേഷ്യോ ചാർട്ടാണ്. പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇതിന് കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ചാർട്ടാണ് കളർ ഷെയ്ഡിങ് ചാർട്ട്. സോ കളർ ഷെയ്ഡിങ് ചാർട്ടും കളർ മിക്സിംഗ് ചാർട്ടും ഒരു പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് പെയിൻറ്റ് സ്ട്രെയിനർ, സ്പ്രേ ഗണ്ണ്, അതുപോലെ തന്നെ ടെസ്റ്റ് പ്ലേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞു. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്തിട്ട് കളർ മാച്ച് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ടെസ്റ്റ് പ്ലേറ്റ്. ഇനി അടുത്തൊരു ടൂളാണ്, പക്ഷേ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല, കളർ മാച്ചിങ് ലൈറ്റ് എന്ന് പറയും. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് ലെങ്ത് പറഞ്ഞാൽ സൺലൈറ്റിൻ്റെ സെയിം വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺലൈറ്റിൽ എങ്ങനെ നോക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് കളർ നോക്കാൻ പറ്റും. നമുക്ക് ഇൻഫ്രാറെഡ് ലൈറ്റോ അല്ലെങ്കിൽ ബൾബൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കളർ മിക്സിംഗ് ടൈമിൽ, കളർ മാച്ചിങ് ടൈമിൽ ഈ കളർ മാച്ചിങ് ലൈറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കളർ മാച്ചിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പുറകെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഓരോന്നായിട്ട് കാണാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.